കാലത്തൊക്കെ പറയാം എടാ ഒരു ചായ കുടിച്ചിട്ട് പോകാനാ. ഇപ്പം അതല്ല പറയാം, നമ്മളൊരു സെൽഫി എടുക്കാന്ന് പറയും. കണ്ടാലുള്ള സന്തോഷ സൂചകമായി ചെയ്യുന്നൊരു സംഗതിയാണ്, അത് എല്ലാവരും ചെയ്യും. അപ്പോൾ സെൽഫി എടുക്കാൻ വരുന്നവൻ്റെ ബയോഡാറ്റ പരിശോധിച്ചിട്ടും അവൻ്റെ അതുപോലെ തന്നെ കുടിക്കടം പകർത്തിയിട്ട് സെൽഫിക്ക് നിൽക്കാൻ പറ്റില്ല. ഈ AK ബാലൻ ഇന്നലെ പറഞ്ഞത് ഈ തൂഫാൻ പദ്ധതി അത് UDF ഒരു പ്രധാന പദ്ധതിയായി പോകുന്നു. പ്രത്യേകിച്ച് ആഭ്യന്തരം ഒരുപാട് കേസുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എടുക്കുന്നു. പക്ഷേ UDF തന്നെ ഈ പദ്ധതി തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അദ്ദേഹം ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. എന്താ അതിൽ നിങ്ങൾക്കറിയാം, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ നല്ല ജനപിന്തുണ കിട്ടിയ ഒരു പദ്ധതിയാണ് തൂഫാൻ. ധാരാളം കേസുകൾ രജിസ്റ്റർ ചെയ്തു, കുറേ ആളുകൾ അറസ്റ്റ് ചെയ്തു, ജനങ്ങൾ മൊത്തത്തിൽ വിജിലൻ്റായി. അതൊരു പൊതുകാര്യമല്ലേ, അതിലെന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത്? എല്ലാവർക്കും വേണ്ടതല്ലേ? ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഈ നാടിനെയും രക്ഷിക്കാനുള്ളൊരു വലിയ പ്രയത്നമല്ലേ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഗവൺമെൻറ്റിൻ്റെ മൊത്തം സപ്പോർട്ടോടു കൂടി നന്നായി മുന്നോട്ട് പോകുന്ന ഈ തൂഫാൻ പദ്ധതി. അതിലൊക്കെ വിവാദമുണ്ടാക്കുന്നത് ഒട്ടും ശരിയല്ല. ഈ കാസർഗോഡ് MDMA കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം. അതൊക്കെ നമ്മൾ ഈ പൊതുപ്രവർത്തകന്മാരെ നാട്ടിലിറങ്ങുമ്പോൾ എത്രയോ ഫോട്ടോസ് എടുക്കും. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് എത്ര സെൽഫി എടുത്തു. അതിലുള്ള ആളുകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് സെൽഫിക്ക് നിൽക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും അതിപ്പോൾ അപ്പുറത്തും ഉണ്ടാവുന്നേ. അതിലൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടാൽ, പഴയ കാലത്തൊക്കെ പറയാം എടാ ഒരു ചായ കുടിച്ചിട്ട് പോകാനാ. ഇപ്പം അതല്ല പറയാം, നമ്മളൊരു സെൽഫി എടുക്കാന്ന് പറയും. കണ്ടാലുള്ള സന്തോഷ സൂചകമായി ചെയ്യുന്നൊരു സംഗതിയാണ്, അത് എല്ലാവരും ചെയ്യും. അപ്പോൾ സെൽഫി എടുക്കാൻ വരുന്നവൻ്റെ ബയോഡാറ്റ പരിശോധിച്ചിട്ടും അവൻ്റെ അതുപോലെ തന്നെ കുടിക്കടം പകർത്തിയിട്ട് സെൽഫിക്ക് നിൽക്കാൻ പറ്റില്ല. അതാണ് അതിൽ സംഭവം. അതന്നെ അങ്ങനെയുള്ള ഫോട്ടോ കണ്ടതിനല്ലേ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം വന്നത്. സോഷ്യൽ മീഡിയ കാര്യം